ഹലോ ഗായ്സ്, രാവിലെ ഇപ്പോൾ 7 മണിയാണ് സമയം. ഞങ്ങൾ ഇന്ന് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, ദുബായിൽ നിന്നാണ് കേട്ടോ. ഇവിടെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ നാത്തൂൻ്റെ ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കുകയാണ്. അവരവിടെ നിന്ന് വരുന്നുണ്ട്, ഇവിടുന്ന് ഞങ്ങളും കൂടി കയറിയിട്ട് പോവാണ്. ഇമ്മിച്ചൽ അന്ന കയറ്റാനാണ്, ഇമ്മിച്ചിൽ ആബക്കല്ലേ? അതെ, എങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ പോണേ? ആരെയാ കൊണ്ടുവരാനാ? ഇപ്പൊ പൈസ രാവൂല. എന്താ എന്റെ അഭിപ്രായം പറ. തിരക്കൊന്നുമില്ല, എന്താണ് ഫീലിങ്സ് പറ. ഹാപ്പിയാണോ? ഗൾഫിക്ക് പോകുമ്പോ അഞ്ചെടുപ്പ് ഒറ്റാടികരം പറയില്ല. ഹലോ ഗായ്സ്, നമ്മള് എയർപോർട്ടിൽ പോവാണ്. എയർപോർട്ട് എത്തിക്കണ് പറ. നമ്മള് എയർപോർട്ട് എത്തിക്കണ്, നമ്മള് ഇറങ്ങാൻ പോവാണ് ഗായ്സ്. ഇവിടെ കൊറേ ദൂരണ്ട്. ഏത് എയർപോർട്ടാണ്? ഇതാണ് എയർപോർട്ട്. ഇതാ എയർപോർട്ട് എത്തി. നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മളിപ്പോ എയർപോർട്ടിന് മുന്നിൽ എത്തിച്ചാണ് കേട്ടോ. നമ്മളെത്തിങ്കി ഈ 11 മണിയാണ്. ഇടയ്ക്ക് വോയിസ് ഓവർ കൊടുക്കണ പാച്ചാണ് കേട്ടോ. ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് എപ്പോൾ ക്യാമറ കൊണ്ട് ചെന്നാലും ചിലപ്പോൾ ഫോട്ടോ എടുക്കാനാണെങ്കിലും ഹായ് ഗായ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു 8:30 മണിക്കാണ് ഫ്ലൈറ്റ് അളിയാക്ക് ഇറങ്ങണം കേട്ടോ. ആ സമയത്താണ് ഞങ്ങൾ എത്തുന്നത്. ഫീൽ ചെയ്യുന്നു ഒരു ഫീലും ഇല്ലേ? ഭയങ്കര സന്തോഷം കാണാൻ. ഏത് സന്തോഷം അവിടെ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഫാമിലി എല്ലാവരും കൂടി ഇപ്പോൾ ഫുള്ളായിരിക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ വരാൻ ഭയങ്കര പണിയാണ്. 2, 3, 4 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഓരോ പ്രാവശ്യം വരാറുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ചു പോവാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. TV ചാനലിൽ എടുക്കാൻ പറ്റില്ലേ? കാര്യായിട്ടിന്റെ വ്യൂവേഴ്സ് ആരാ? റപ്പിയും അതിനും കൂടി കേറ്റ്. പാച്ചു അനക്കുണ്ടോ?
ആ അയില കൊണ്ടിരുന്നു. ഓരോരുത്തരൊക്കെ കൈ വെച്ചു. നിങ്ങൾ പണിയെടുക്കണ്ട, ചോറ് കൊടുത്തോളൂ. അത്രയും വലിയൊരു കുട്ടി നിങ്ങൾക്ക് അമ്മ നിങ്ങൾ ഹാപ്പി അല്ലേ? സന്തോഷമായില്ലേ? നല്ല സന്തോഷമായി വരാതില്ലായിരുന്നു. എന്താ ഒരു കുറച്ച് കുറവുണ്ട് നമ്മൾ കാക്കല. ഞങ്ങളുടെ ഉപ്പ മരിച്ചിട്ട് ഒരു 5 മാസമൊക്കെ ആവാനായി. പക്ഷേ ആ ഒരു നീറ്റൽ എല്ലാവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. എന്ത് സന്തോഷവും നമ്മൾ എത്രയ്ക്ക് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ നഷ്ടങ്ങൾ എപ്പോഴും നമ്മളെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഇതൊക്കെ ഞങ്ങൾ ഉപ്പാക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്, ഇങ്ങനെ വരുന്നതും പോണതും എല്ലാം. അപ്പം ഈ ഒരു സമയത്തൊക്കെ നമ്മൾ എന്തായാലും ഓർക്കും. അളിയാക്ക് അവിടെ നിന്ന് വന്നപ്പോൾ സ്വീറ്റ്സ് ഒന്നും കൊണ്ടുവരാതെയാണ് വന്നത്. ഈ അക്ബർ ഗൾഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ വാട്സപ്പിലും ഇൻസ്റ്റയിൽ കുറേ വീഡിയോസൊക്കെ ചെയ്യുന്നവരാണ്. ഇവർ ഷോപ്പിൽ നല്ല ഓഫറിന് സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പം അവിടുന്ന് വാങ്ങാതെ ഇവിടെ വന്നാണ് കേട്ടോ ഈ ഷോപ്പ് തേടി. അപ്പോൾ സ്വീറ്റ്സ് ഒന്നും കൊണ്ടുവരാതെയാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങിയത്. അപ്പോൾ നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റുമാണ്. ഇവർ ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് വിളിച്ച് പറയുന്നവർക്ക് ഇവിടെ ഓൾറെഡി പാക്കാക്കി വെക്കും, അതിന് അങ്ങനെ കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളാരെങ്കിലും അവിടെ നിന്ന് സ്വീറ്റ്സൊക്കെ വാങ്ങാതെ വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക, അടിപൊളിയാണ്. ഹലോ, അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇപ്പം നമ്മൾ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടോ. ഇനി എനിക്ക് ലാബിലേക്ക് തന്നെ പോകണം. ഇന്ന് ഒരു സ്റ്റാഫ് 3 മണി വരെ ഉള്ളൂ. അപ്പം അവൾ പോകുന്ന സമയമാകുമ്പോഴേക്കും എനിക്ക് ലാബിലെത്തണം. അപ്പം ഞാനിന്ന് പൂളപ്പാട ഞങ്ങൾ പോയിട്ടില്ല, നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ടില്ല. പിന്നെ ലാബിൽ നിന്ന് രാത്രി വന്നിട്ട് പിന്നെ പൂളപ്പാടം പോകണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ വ്ളോഗ്, ഇന്ന് രാത്രി വരെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് വിശേഷങ്ങളുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഞാനിപ്പം വിശക്കുന്നുണ്ടോ എന്നൊന്ന് ആലോചിക്കട്ടെ, ഉണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് ലാബിലേക്ക് പോകും. പിന്നെ എൻ്റെ സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല. ഞാൻ ഈ രാവിലെ 6:30 ലാബ് തുറക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പം കാറ്റടിച്ചിട്ടാവും, അപ്പം നല്ല തണുപ്പാണല്ലോ,
സൗണ്ട് ശരിയായിട്ടില്ല. അപ്പം ഇനി ഡോക്ടറെ ചിലപ്പോൾ കാണിക്കേണ്ടി വരും. അപ്പം എന്തായാലും ഞാൻ ഇനി എന്തെങ്കിലും കഴിക്കാൻ നോക്കട്ടെ, എന്നിട്ട് പോവാണ്. ഇപ്പം സമയം ഒരു 12 മണി കഴിഞ്ഞു കേട്ടോ, 12:30 ആവാറായി. അപ്പം 3 മണിയാകുമ്പോഴാണ് ഒരു സ്റ്റാഫ് പോകുന്നത്. അപ്പോഴേക്കും ലാബിലെത്തും. പാച്ചോ, ഇനി എന്താ പരിപാടി? ഇന്ന് മുട്ട എന്തിനയ്യോ, മുട്ട ഇന്ന് എല്ലാവരും വീട്ടിൽ നമ്മൾ കൊടുക്കാൻ പോവാണ്. ആണോ? പിന്നെ എന്നാ കുറെ മുട്ടയെ നമുക്ക് നമ്മൾ വയറ്റിലൊന്നൊക്കെ ചെല്ലല്ലേ, എന്നല്ലൊക്കെ ഓർക്കണം. അത് ശരി. അപ്പം എല്ലാവർക്കും മിഠായി കൊടുക്കണോ? Yeah. ഏത് മിഠായിന്ന് കാണിച്ചു കൊടുത്താ? മിഠായി അവിടെ നിന്ന് വാങ്ങിയപ്പോൾ തന്നെ അതിന് പൊളിച്ച് കഴിക്കൽ നടത്തിയിരിക്കണ്. ഇന്ന് സ്കൂളിലും പോയിട്ടില്ല. ഇന്ന് സ്കൂളിൽ ഈ ഒരു പോക്ക് ഉണ്ടായതുകൊണ്ട് 2 ദിവസമായി പറഞ്ഞ് നിൽക്കുകയാണ്. ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. ഇനിയിപ്പം ഇവിടെ വാ, വീഡിയോ മിസ് കണ്ട് എന്താ പറയാ? അച്ചു, മിസ്സാൻ്റെ വീഡിയോ കാണുമ്പോൾ എന്താ പറയാ? പറ, മിസ് പറയും വീട് എന്തുകൊണ്ടാ വരാഞ്ഞ് ചോദിക്കുമ്പോൾ എന്താ പറയാ? എനിക്ക് പറഞ്ഞു ഏടാ, അത് പറ്റൂല. മിസ്സിനോട് പറഞ്ഞാൽ മതി, ഇങ്ങനെ എയർപോർട്ടിൽ പോയതാന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ ലാബിലെത്തി വൈകുന്നേരം ചായ കുടിക്കാൻ തുടങ്ങി ഗൈസ്. അത് വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി, കുറച്ച് തിരക്കുള്ള സമയമായിരുന്നു. ഞങ്ങൾ ഈവനിങ് ഒരു ചായ കുടിക്കാറുണ്ട്, എന്നും ചില ദിവസം കുടിക്കാറൊന്നുമില്ല. പിന്നെ നല്ല ചൂട് വടയുണ്ടായിരുന്നു കേട്ടോ. മുന്നേക്ക് പോട്ടോ. വൈകുന്നേരം പിന്നെ പൂളപ്പാടത്ത് പോണ പ്ലാന് ചെറുതായിട്ടൊന്ന് മാറ്റി കേട്ടോ. രാത്രി ഞാൻ ലാബിൽ നിന്ന് ഇറങ്ങാൻ കുറേ ലേറ്റ് ആവും, അപ്പോൾ രാത്രി പിന്നെ പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ലാബിൽ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതോടുകൂടി ഞാൻ ഈ വ്ളോഗ് ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ എൻ്റെ ഒരു വീഡിയോയിൽ ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആങ്സൈറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നോ? ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ദീർഘശ്വാസം എടുക്കാൻ തോന്നുന്നൊരു ഇഷ്യൂ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പം അത് ചെറുതായിട്ടൊരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.